ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡയറി വിത്ത് ലവ് ആൻഡ് ലൈഫ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ഡയറി എന്ന് പറയുന്നത് ഒരു കല്യാണ സാരി പർച്ചേസാണ്. എൻ്റെ അച്ഛനൊരു കടയാണ്, അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫുണ്ട്. ആളുടെ സഹോദരിയുടെ മോളുടെ കല്യാണമാണ് ഈ വരുന്ന ഓഗസ്റ്റിന്. അപ്പോൾ അവരുടെ നോർമൽ ലൈഫിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലുള്ളവരാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ, ഒരു കല്യാണം സ്ത്രീധനം ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു കല്യാണം നടത്താൻ എന്ത് ചിലവ് വരും എന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് കല്യാണ സാരി പർച്ചേസ് എൻ്റെ ഭാഗത്തു നിന്നാകാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പോത്തീസിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ആൻറ്റിയും കുട്ടിയും കൂടി അവിടെ വരും, പോത്തീസിൽ വരും. ഞാനും അമ്മയും കൂടി പോത്തീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കയ്യിൽ നിന്നൊക്കെ കുറച്ച് കളക്ട് ചെയ്യാം, പക്ഷെ എനിക്കിങ്ങനെ ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് ഞാൻ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഇതുപോലൊരു കുട്ടിയുടെ കല്യാണമാണ്, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ദൈവം സഹായിച്ച് ഒരു മനുഷ്യനും ഒന്നും സഹായിച്ചിട്ടില്ല. പക്ഷേ ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അതിനൊരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതങ്ങ് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുത്താൽ വേറെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊക്കെ അവർക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പർച്ചേസ് ഒരു 2 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്ന പർച്ചേസാണ്. മഴ ആയതുകൊണ്ടും പിന്നെ ഒരാഴ്ച എനിക്ക് പനി ആയതുകൊണ്ടും ഒക്കെ നീണ്ടു പോയി. ഇപ്പോൾ ഈ ഡേറ്റിലേക്ക് വന്നതാണ്. ഇന്ന് ജൂൺ 15. നമുക്കപ്പോൾ പോത്തീസിൽ പോയിട്ട് ബാക്കി കാണാം. പിന്നെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ആൻറ്റിയെയും കുട്ടിയെയും കാണാൻ പോകുന്നില്ല, അവരുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. അത് ഫെയർ ആണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ബാക്കി നോക്കാം. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, ഞാനൊരു സാരി എടുത്തിട്ട് കൊടുക്കാം, കുഴപ്പമില്ലയെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, കല്യാണ പെണ്ണിൻ്റെ ആഗ്രഹപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ തന്നെ എടുത്തു കൊടുക്കണം. ഓക്കെ, ഞാൻ ക്യാഷ് കൊടുക്കാം, അവർ പോയി എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് പറ്റൂല. അമ്മയ്ക്കും ഇവിടെ ഇങ്ങനെ വന്ന് സാരിയൊക്കെ നോക്കി കണ്ണിനൊരു കുളിർമയല്ലേ ഇങ്ങനെ വന്നിരുന്ന് സാരി നോക്കുന്നത്. അതുകൊണ്ട് അമ്മ നമുക്കും കൂടെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ആയിട്ട് ഇറങ്ങിയത്. ആൻഡ് അതേ വന്നപ്പോഴേ ആൾക്ക് ഈ ബ്ലൂ സാരിയാണ് ഇഷ്ടപ്പെട്ടത്, അതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാരി നോക്കി എല്ലാ ഏരിയയിലും ഇങ്ങനെ നടക്കേണ്ടി വന്നിട്ടില്ല, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റേറ്റ്. ഓരോ ഏരിയയിലും ഓരോ റേറ്റിലുള്ള സാരികളാണ്. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വന്നപ്പോൾ ഇതൊരു 1000 തൊട്ട് 4500 രൂപ വരെ വില വരുന്ന സാരികളാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ മാത്രം സാരി നോക്കിയാൽ മതിയായിരുന്നു. ആൻഡ് ഈ ബ്ലൂ, ഇത് ഇപ്പോൾ ഈ കാണുന്ന സാരി മജന്തയാണ്. ഈ ലൈറ്റിൻ്റെ ഒക്കെ കൊണ്ടിട്ട് ഇത് റെഡായിട്ട് ഫീൽ ചെയ്യുന്നത് മജന്ത കളർ സാരിയാണ്. ആൾക്ക് ഈ ബ്ലൂവും ഈ മജന്തയാണ് ഇഷ്ടപ്പെട്ടത്.
പെൺകുട്ടികളില്ലാത്ത ഒരു അമ്മയുടെ ഒരു സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടമാണ് ഇപ്പം ഈ കാണുന്നത്. ഇതെല്ലാം കുഞ്ഞു പിള്ളേർക്കുള്ള പട്ടുപാവാട, അതിൻ്റെ ഒരു സ്റ്റോക്കാണ്. ഈ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം പ്രത്യേകിച്ചൊരു കൺഫ്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണല്ലോ. പക്ഷേ ഈ ഒരു ഏരിയയിലാണ് ഇത് വേണോ അത് വേണോ, ഈ കളർ ചേരുമോ, അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ആണല്ലേ. ഇത് ആൺകുട്ടികൾ മാത്രമല്ല, അമ്മമാർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് ഭംഗിയായി ഈ ഉടുപ്പുകൾ. ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ സങ്കടം ഇങ്ങനെ ഈ ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ ചില സമയത്ത് തോന്നാറുണ്ട്. സാധാരണ ഞാനിങ്ങനെ കിഡ്സിൻ്റെ ഏരിയയിൽ പോയില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു സങ്കടം വരും എന്നുള്ളത് കൊണ്ട് കിഡ്സിൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന ഏരിയയിൽ ഞാൻ അങ്ങനെ പോകാറില്ല. പക്ഷേ ഇതിപ്പം സാരി നമ്മൾ നോക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റോക്ക് അവർ വെച്ചേക്കുന്നതാണ്. അച്ഛൻ പറഞ്ഞിട്ട് ഒരു കല്യാണ സാരി എടുക്കാൻ വേണ്ടി മാത്രം വന്ന ഞാനാണ് കേട്ടോ. ഒരു 1/4 മണിക്കൂർ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് അനിയത്തി കുട്ടിയായി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി ചേച്ചിയുടെ കടമ ചെയ്യലല്ലേ. അപ്പോൾ എന്തായാലും കല്യാണ ദിവസത്തേക്ക് വേണ്ടിയിട്ടൊരു ചെരുപ്പും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് പോത്തീസിൻ്റെ തൊട്ടടുത്ത് കുറേ 2-3 ചെരുപ്പ് കടകളുണ്ടല്ലോ, അവിടെയാണ്. ഇനി പോകുന്നത് രാമചന്ദ്രനിലേക്കാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് അഫോർഡബിളായിട്ട് ഇനി വാങ്ങേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമായിരിക്കും. റിസപ്ഷനായിട്ട് നമുക്ക് നടത്താനുള്ള ക്യാഷൊന്നും ഇല്ലെങ്കിലും പെണ്ണിൻ്റെ വീടല്ലേ, തലേ ദിവസം കുറച്ച് ആളുകളൊക്കെ വീട്ടിൽ വരും. അപ്പോൾ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഞാനൊരു ഹാഫ് സാരിയും കൂടെ വാങ്ങിച്ചു. സെയിം പാറ്റേണിൽ തന്നെ വേറൊരു കളറാണ് വാങ്ങിയത്.
പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. പെരുമഴയായിരുന്നു. ഈ തുണിയും കൊണ്ടൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ, ബിക്കോസ് മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കയറി നിന്നാലും ഈ കാറ്റടിച്ച് വെള്ളം ദേഹത്ത് വീണ് നനയുന്നുണ്ടായിരുന്നു. മഴ ഒന്ന് ചെറുതായിട്ട് മാറിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഊണില്ലാത്തത് കൊണ്ട് പൊറോട്ടയും മസാല ദോശയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അത്രയേ ഉള്ളൂ. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.